എനിക്ക് അറിയിക്കാരം കല്യാണം ഇപ്പൊ 12-ാം തീയതി ആണല്ലോ. ഇനിയിപ്പോ ഒരാഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ. അത് പിന്നെ അറിയാതെ കാക്ക, ദിവസം വെക്കലിന് ഇപ്പൊ ഞാനും കൂടിയതല്ലേ. ദിവസം വെക്കലിനൊക്കെ ഇജ്ജ് വന്നിട്ടുണ്ടാവോ? എന്റെ പെങ്ങൾക്ക് ഞാൻ അന്ന് ഒരു പാവം തന്നിന്നല്ല. അന്ന് വില കുറവാണ് എന്ന് വിചാരിച്ചാണ്ട് ഇപ്പൊ അത് കുറക്കരുത്. മാത്രല്ല എന്റെ കല്യാണത്തിന് ഞാൻ ഒരു 5000 ഉറുപ്പ്യം കൂടി തന്നിന്ന്, അതും കൂടി എനിക്ക് കൂട്ടിക്കാളിട്ടാ. ആ കാക്ക ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. ഞാൻ ഒരുപാട് ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ചോദിച്ചു വാങ്ങാണ്. എനിക്കറിഞ്ഞൂടെ ഇപ്പത്തെ ചെലവ്. ഞാൻ പോട്ടെന്നല്ലേ. ആ ആയിക്കോട്ടെ കാക്ക. അല്ല അതാരാ? അതാണ് എൻ്റെ പെണ്ണുങ്ങളെ വകയിലൊരു അമ്മോനാണ്. ഈ പറഞ്ഞ മാതിരി ഇപ്പൊരു പുരോഗം തന്നിട്ടൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പൊ എങ്ങനെയാ അത് ഒപ്പിക്കാന്നാവും. എന്തായാലും 1 ലക്ഷം റുപ്യന്റെ മേലാവൂട്ടാ. അതന്നെടാ, ഇപ്പൊ കഴിഞ്ഞ മാസം ഇപ്പൊ ഒരു 1/4 പവന്റെ ഒരു മോതിരം അമ്മായിൻ്റെ മോൾ കുട്ടിക്ക് അത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത മാസം വേറെ അതേമാതിരി വരുന്നുണ്ട്. ഇതിപ്പോൾ ഇതേമാതിരി ഇതെല്ലാം കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളേക്ക് നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ എന്താ ചെയ്യുക? ഈ മാമൂല് വാങ്ങുമ്പോൾ നല്ല സുഖമാണ്, പക്ഷെ തിരിച്ചു കൊടുക്കുമ്പോഴേ എന്താ ചെയ്യുക നിനക്കൊരു പിടുത്തമില്ല. നമ്മൾ പോവാ. ഹലോ, എന്റെ പൊന്നാരമ്മത് അച്ചാറൊന്നും ആയിട്ടില്ല. ഇത് ചെറിയ കണ്ണിമാങ്ങാണേ. ഞാൻ വേണം ഈ കൊണ്ടുവരുന്നത് കൊടുന്നേരേണ്ടി വരില്ലോന്. ആയിക്കോട്ടെ. എന്താ ഈ മരത്തുമ്മ കയറിയാണ് ഫോൺ ചെയ്യണേ? എനിക്ക് ഭൂമിക്ക് ഇറങ്ങിയാണ് ചെയ്തൂടെ? ഒന്നുമില്ല, മാങ്ങട്ടാൻ നോക്കാൻ വേണ്ടിട്ടേ എന്നെ കയറി നോക്കിയത്. അതിന് മാങ്ങണ്ടാണ് അയക്കണടാ. പൂവിട്ട് തുടങ്ങിട്ട് ഇങ്ങനെ. അല്ല, നിങ്ങൾ ഷെഫീഖിന്റെ കുടുംബക്കാരനല്ലേ? കുടുംബക്കാരൻ തന്നെ. ഓന്റെ കുടുംബക്കാരനായതാ ഞാൻ ചെയ്ത തെറ്റ്. അതെന്തിപ്പ അങ്ങനെ? ഓൻ അങ്ങനത്തെ പ്രശ്നക്കാരനൊന്നുമല്ലല്ലോ. നിങ്ങൾക്കും അവന് പ്രശ്നക്കാരനാവില്ല, എനിക്കും അവന് വലിയ പ്രശ്നക്കാരനാ. അതന്നെയല്ലേ കാക്ക ഞാൻ ചോദിക്കണത്. എന്നോട് പറയാൻ പറ്റുന്ന സംഗതിയാണ് നിങ്ങൾ പറയും. അതിനെ ആദ്യം ആകാശത്ത് നിന്ന് ഭൂമിക്കുണ്ട് ഇറങ്ങി വാ. എന്ത് സംഗതി പറയും? ഓനെ എനിക്ക് വലിയൊരു സംഖ്യ തരാണ്ട്. അതിനവൻ ചെയ്ത പണി കെട്ടുകണജി.